إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منها يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ശൗർത്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിടന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് തഖ്വയുള്ളവരായി ആഖിബത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്ര എന്നുള്ള ഒരു വിഷയമാണ്. അത് 3 വിഭാഗക്കാരെ നമ്മൾ പഠിച്ചു. 1 അയൽവാസികളോടുള്ള കടമകൾ, 2 നമസ്കാരത്തിനുള്ള ശ്രേഷ്ഠത, 3 സക്കാത്ത്. അതുവരെ പറഞ്ഞെത്തിയത്. ഇനി 1-2 കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. 4ാമത്തെ വിഭാഗം യഹ്സറൂന മിൻ ഖുബൂരിഹിം. അവര് 2ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ രൂപവും ഭാവങ്ങളും അവരനുഭവിക്കുന്ന ശിക്ഷയുമാണ് പറയുന്നത്. അവരുടെ വായിൽ നിന്ന് രക്തം ഒലിച്ച് വരുന്ന ഒരു വിഭാഗക്കാരാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. പുറത്ത് വരുമ്പോൾ വായിൽ നിന്നൊക്കെ അങ്ങനെ രക്തം അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. വല്ലദീന, അവരെന്ത് തെറ്റാണ് ചെയ്തതെന്നറിയോ? മനസ്സിലാക്കി വെക്കുക സഹോദരന്മാരെ. വല്ലദീന കദ്ദബൂ ഫിൽ ബൈഇ വശ്ശറാ. കച്ചവടം ചെയ്യുന്ന സമയത്ത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ നുണ പറഞ്ഞിരുന്നു. അതാരും ചെയ്യുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പല മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ താൽക്കാലികമായി ഒരു ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഠിനമായ ശിക്ഷയാണ്. റസൂലുള്ളാഹി തങ്ങൾ
ഒരിക്കൽ പറയുകയുണ്ടായി, റഹിമല്ലാഹു റജുലൻ സംഹൻ എന്നതിൻ്റെ അർത്ഥം, അല്ലാഹു തആല ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. സംഹൻ, അവൻ വിശാല മനസ്ഥിതിയുള്ള ആളും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. എപ്പോഴൊക്കെ ഇതാ വിൽക്കുമ്പോൾ, കച്ചവടം ചെയ്യുന്ന സമയത്ത്, ഇതാ ഇഷ്തറ വാങ്ങുന്ന സമയത്ത്, ഇതാ ഇഖ്തള സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത്, കടങ്ങൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക. അതാണ് നന്മ. നമുക്ക് ഒരാൾ പൈസ തരാണ്ട്, അപ്പോൾ അവനത് ഉദ്ദേശിച്ച സമയത്ത് തരാൻ പറ്റാതിരിക്കുകയോ മുഴുവൻ തരാതിരിക്കാൻ കഴിയുകയോ ചെയ്താൽ, അവനോടൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ, ആ വിട്ടുവീഴ്ച അവന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുന്ന. അതുമാതിരി നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ സത്യം മാത്രം പറയുക. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി നമ്മൾ കച്ചവടത്തിൽ നുണ പറയാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാർ കബറിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവർ വായയിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടാണ് മഹ്ശറിലേക്കുള്ള യാത്ര ഉണ്ടാവുക. വല്ലദീന കദ്ദബൂ ഫിൽ ബൈഇ വശ്ശിറാഇ ഫഹദാ ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം എന്താണ്? മസീറുൽ നാർ. ഇത് അതുമാത്രമല്ല, അവര് നരകത്തിലേക്കാണ് അവരുടെ മടക്കം. ഇന്നല്ലദീന, ഖുർആനാണ് കേട്ടോ, ഇന്നല്ലദീന യസ്തറൂന ബിഅഹദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല. ഒരു വിഭാഗം ആൾക്കാർ ഇന്നല്ലദീന യസ്തറൂന ബിഅഹദില്ലാഹി, അള്ളാഹുവിനോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, കരാറുകളൊക്കെ, നമ്മൾ കച്ചവടം ചെയ്യുന്നതും എന്തും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊരു വാഗ്ദാനമാണ്. അതൊക്കെ സമനം കലീല, തുച്ഛമായ വിലക്ക് വേണ്ടി നമ്മൾ അത് ലംഘിക്കാൻ പാടില്ല. ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ജീവിതം പറയുന്നത് തന്നെ എന്താണ്? മതാഉൽ ഖുറൂർ, വഞ്ചിക്കപ്പെടുന്ന ചില വസ്തുതകൾ മാത്രമാണ്. ഇത് ശാശ്വതമല്ല. ഇത് ശാശ്വതമാണ് എന്ന് വിചാരിച്ച് അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ത് പരിപാടിയിലും, കച്ചവടമാവട്ടെ, കൃഷിയാവട്ടെ, മറ്റുള്ളവരോട് ഇടപാട് ചെയ്യുന്നതാകട്ടെ, എന്തായാലും സത്യസന്ധത ഉണ്ടായിരിക്കണം. ഇന്നല്ലാഹ മഅസ്സാദിഖീൻ, അള്ളാഹു സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടെയാണ്. ഒരു സഹാബി, ഒരു ഹൈറാത്ത് ബിൻ നബ്സലാസ്ലമ, ഇവിടെ പറഞ്ഞിട്ടും അറിയില്ല, ചിലപ്പോൾ പറയാം, കുത്തുമ്പോൾ പല പോയിന്റുകളും പല സമയങ്ങളിലും പല വിഷയത്തോടനുബന്ധിച്ച് വരും. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരുപാട് പാപം ചെയ്യുന്ന ആളാണ്, തെറ്റ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എന്നെ നന്നാക്കണം, എനിക്ക് നന്നാവുന്ന ആഗ്രഹമുണ്ട്, അവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പോയി തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം, അങ്ങനെയല്ല നീ പറഞ്ഞത്. ലാ തക്ദീബ്, നീ ഒരിക്കൽ നുണ പറയരുത്. അപ്പോൾ ഇത് മനസ്സിലാക്കാമല്ലോ. ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ഏത് വിഷയത്തിൽ ഏർപ്പെടുകയാണെങ്കിലും കളവ് പറയേണ്ടി വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് എന്ത് ചോദിച്ചു? നമസ്കരിച്ചോ, നോമ്പ് പിടിച്ചോ, സക്കാത്ത് ചെയ്തോ, കൊടുത്തോ, അതുപോലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തോ, ചെയ്യാൻ പറ്റേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നുണ പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ആ മനുഷ്യൻ നന്നായി. നമ്മുടെ ജീവിതത്തിലും ഈ ഹദീസ് ക്ലാസ് കുത്തുബയിൽ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്ന നാലാമത്തെ വിഭാഗക്കാർ വായിന്ന് രക്തമൊലിച്ചും കൊണ്ടാണ് പോവുക. നാവുകൊണ്ടാണല്ലോ നുണ പറയുക. അപ്പോൾ അവർ ചെയ്ത തെറ്റെന്താ വെച്ചാൽ, കച്ചവടം ചെയ്യുന്ന സമയത്ത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ധാരാളം നമ്മൾ കാണാനും കേൾക്കാറുമുണ്ട്. ഒരുത്തൻ വിറ്റതിൻ്റെയും വാങ്ങിയതിൻ്റെയും മേലെ ഒരുത്തൻ ചെയ്ത കച്ചവടത്തെ അസാധുവാക്കുന്ന രൂപത്തിൽ നമ്മൾ വാങ്ങാനും വിൽക്കാനും പാടില്ല. അത് സ്വഭാവ മര്യാദയിൽ പഠിക്കാണ്ടി പറയട്ടോ. ഒരുത്തരുടെ സാധനം വാങ്ങിയാൽ അതിന് അസാധുവാക്കുന്ന രൂപത്തിൽ വാങ്ങിയവനും ഈജാബും കബൂലൊക്കെ, വാങ്ങിയവനും വിറ്റവനും വേദനിപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിനെ അസാധുവാക്കുന്ന രൂപത്തിൽ പിന്നെ അവിടെ ഒരു കച്ചവടം നടക്കാൻ പാടില്ല. ആ കച്ചവടത്തിന്റെ പകുതിയിൽ പറയുന്നുണ്ട്, ഒരുത്തർ കച്ചവടം ചെയ്ത് ഉറപ്പിച്ച് അവരെ പിരിയുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അതിന് ഒഴിവാകാം. അവർക്ക് ബൈയിൽ കിതാബുൽ ബൈ, കച്ചവടത്തിന്റെ ബാബ് തന്നെ ഉണ്ട് കേട്ടോ, അതിൽ നമുക്ക് പഠിക്കാം. ഇതിപ്പോ നമ്മള് ഖബറിന്ന് മഹ്ശറിലേക്ക് പോകുന്ന രംഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഖൗം, ജനതയെ, എന്താണ്?
ഔഫുൽ മിക്യാൽ, അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ അല്ലദീന യഖ്താലു അലന്നാസി യസ്തഗ്ഫിറൂൻ. സൂറത്ത് തന്നെയുണ്ട്. നമ്മളൊരു പ്രവാചകനെ നിയോഗിച്ച ചരിത്രം നമ്മൾ പഠിച്ചു. ശുഐബ് നബി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ജനങ്ങളെ, നിങ്ങൾ അളക്കുമ്പോൾ തൂക്കുമ്പോഴും ഒക്കെ ബിൽ ഖിസ്ത്, നീതിപൂർവം ആയിക്കണം. എന്ത് വിൽക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഒക്കെ വിൽപ്പനയിൽ പൈസ എണ്ണുമ്പോഴും കൊടുക്കുമ്പോഴും തൂക്കുമ്പോഴും വാങ്ങുമ്പോഴും എല്ലാ മേഖലകളിലും എന്ത് വേണം? ബിൽ ഖിസ്ത്, നീതി നിങ്ങൾ പുലർത്തണം. അപ്പൊ ഈ സംഭവം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് ചെയ്യാത്ത കൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. ഞാൻ പറയണ്ടായി, ഈ 12 വിഷയങ്ങൾ 11 പഠിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മളെയൊക്കെ പാകപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് പഠിക്കാം. ഒന്ന് അയൽവാസി പഠിച്ചു, നമസ്കാരം, സക്കാത്ത്. ഇത് ഇനി കച്ചവടത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. നീതിപൂർവമായിരിക്കണം. തൂക്കലും അളവിലും തൂക്കത്തിൽ നീതി പുലർത്തണം. ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോഴും അളന്ന് വാങ്ങുമ്പോഴൊക്കെ അതിലൊക്കെ സൂക്ഷ്മത പുലർത്തണം, കുറവ് വരുത്താൻ പാടില്ല. കാരണം തങ്ങൾ ഇത് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. ഇതിനു ശേഷം അള്ളാഹു സംസാരിക്കുകയില്ല കേട്ടോ എന്ന്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു 3 യുവാക്കളോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല. വലാ യുസക്കീഹിം, അവരെ നന്നാക്കിയെടുക്കുവാനോ സംസ്കരിച്ചെടുക്കുവാനോ ഉള്ളൊരു പരിശ്രമിച്ചെടുക്കുവാൻ പോലും അള്ളാഹു തആല ചെയ്യുക. എന്തൊക്കെ ചെയ്യത്തില്ല? സംസാരിക്കൂല, നോക്കുകയില്ല, സംസ്കരിക്കൂല. വലഹും അദാബുൻ അലീം. അള്ളാഹു തആല ഇത്തരത്തിൽ നമ്മോട് പെരുമാറിയ നമുക്ക് അള്ളാഹുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പീലൊന്നുമില്ല. അവർക്ക് വേദനാജനകമായ കഠിനമായ ശിക്ഷക്ക് അവർ വിധേയമാകും. തങ്ങൾ വായിച്ചു, പറഞ്ഞു. 3 തവണ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അബൂദർ, അപ്പൊ അബൂദർ പറയാണ്, തങ്ങൾ പറഞ്ഞു, ഹാബു വഹസിറു, അവര് പരാജിതരാണ്, നഷ്ടത്തിലാണ്. ഈ ലോകത്തും കവറിലും പരലോകത്തും ആശ്രയിലും ഒക്കെ ചെല്ലുമ്പോൾ, കവറിൽ നിന്ന് പോകുമ്പോഴൊക്കെ അവര് എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടവരാണ്. ഹാബു വഹസിറു മൻ ഹും യാ റസൂലല്ലാഹ്. നബി ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ വിഭാഗക്കാരെ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്ന് അൽ മുസ്ബിലാണ്, അത് നമ്മളെ ഭാഗത്ത് സംഭവിക്കും. ഞെരിയാരുടെ താഴെ തുണി വസ്ത്രങ്ങൾ ഇട്ടടിച്ച് നടക്കുന്ന ആൾക്കാർ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് വലിയ ഒരു പാവമാണ്. അറിയാതെ നമ്മൾ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അറിഞ്ഞ നമ്മളെ മേലോട്ട് കയറ്റണം. അപ്പൊ അത് ഒന്ന് മുസ്ബിൽ സൗബാണ്, വസ്ത്രം ഞെരിയാരുടെ താഴെ തടിച്ച് നടക്കുന്ന ആൾക്കാർ. ചെറുപ്പക്കാരൊക്കെ ധാരാളം കാണാം, അവർ പാൻറ്റും ഷർട്ടുകളൊക്കെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വലിയ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക സഹോദരന്മാരെ, സഹോദരിമാരെ കേട്ടോ. ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ അമൽ. ഒന്ന്. രണ്ടാമത്തെ എന്താ അറിയോ? വൽ മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, ചെയ്യണം. അതൊക്കെ നമ്മൾ ഒരുത്തൻ്റെ ഒരു മുഅസ്സിറിൻ്റെ വിഷമം അനുഭവിക്കുന്നതിന് നമ്മൾ എളുപ്പമായി കൊടുത്താൽ അള്ളാഹു നമ്മളെ കാര്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും എളുപ്പമാക്കി തരും. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവനൊരു വിഷമാകരുത്. അതെടുത്ത് ഇങ്ങനെ പറയാം, ഞാനന്ന് അങ്ങനെ ചെയ്തില്ലേ, ഞാനന്ന് ഇങ്ങനെ ചെയ്തില്ല. അത് ചെയ്തു, അത് ആ വിഷയം ക്ലോസ് ചെയ്തു. പിന്നെ അവൻ നന്ദി ഉണ്ടോ എന്നല്ല നമുക്ക് നോക്കണം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം ഉണ്ടോ, അള്ളാഹു നമ്മളോട് നന്ദി പ്രതിഫലം തരുന്നത് എന്നാ നോക്കണ്ടേ. അവൻ നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്തില്ല, അതിലേക്ക് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങോട്ട് ഇപ്പോൾ എന്നെ കണ്ടുമ്പോൾ അങ്ങനെ. അപ്പോൾ മന്നാന് ഇത് കിട്ടൂല. മന്നാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഉപകാരം ചെയ്താൽ, സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്താൽ അത് എടുത്ത് പറഞ്ഞ് അതിൻ്റെ ഫലം കുറയ്ക്കരുത്. കുറച്ചവർക്കുള്ള ശിക്ഷകളാണ് ഈ രൂപത്തിൽ വരിക കേട്ടോ. പിന്നെന്താ പറഞ്ഞത്? വൽ മുൻഫിഖു സിൽഅതു ബിൽ ഖൽഫിൽ ഖാദിബ്. ചരക്കുകൾ, വസ്തുക്കൾ, ആ വസ്തുക്കളൊക്കെ മുൻഫിഖ് വിറ്റഴിക്കുക. എങ്ങനെ? ബിൽ ഖൽഫിൽ ഖാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട്, ശുദ്ധമായ നുണ പറഞ്ഞുകൊണ്ട്, കള്ളസത്യം ചെയ്തുകൊണ്ട് അത് വിൽക്കുക. അങ്ങനെ ധാരാളം പേരുണ്ടാവാം, അറിവില്ലായ്മ കൊണ്ടാവാം. ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലകൾ, കച്ചവടം ഉണ്ടെങ്കിൽ ഏത് മേഖലയാണെങ്കിലും
അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതിനെക്കുറിച്ച് തൗബ ചെയ്യണം. അങ്ങനത്തെ 3 കൂട്ടരോട് എന്തില്ല, അല്ലാഹു തആല മഅസരി ചെല്ലുമ്പോൾ നോക്കൂല, സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം. അള്ളാഹു സംസാരിക്കുകയില്ല, നോക്കുകയില്ല, സംസ്കരിച്ചെടുക്കുകയും ഇല്ല, പോയില്ല. എല്ലാം ഹറാം. അതാണ് സ്വലാസ്ലമ തങ്ങൾ പറഞ്ഞത്, ഹാബു വഹസിറു ഫലാസ മർറ. അവർ നഷ്ടത്തിലാണ്, അവർ വഞ്ചിക്ക, അവർക്ക് എല്ലാം കൊണ്ടും അവർ നഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടോ. ഇനി ഒരു ഹദീസ് കൂടി പറഞ്ഞു തരാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ അല സുബ്രത്തി ത്വആമി. സുബ്രത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണ കൂമ്പാരം എന്നാണ് അർത്ഥം. ഒരു അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഭക്ഷണങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പല കച്ചവടക്കാരും പല സാധനങ്ങളൊക്കെ നല്ലതൊക്കെ മേലോട്ട് വെക്കും, മോശപ്പെട്ടത് അടിയിൽ വെക്കും. അത് ഇന്ന് വർത്തമാനകാലത്തും ധാരാളമുള്ള സംഭവം. പച്ചക്കറി ആവട്ടെ എന്തോ ആവട്ടെ, അതൊക്കെ മേലോട്ട് നല്ല ഇങ്ങനെ വെക്കുക, അടിയിൽ വളരെ മോശപ്പെട്ടു. നബി സല്ലല്ലാഹു തങ്ങൾ പോകുമ്പോൾ ഒരു സുബ്രത്ത് എന്ന ഭക്ഷണ കൂമ്പാരം, ഒരു കൂമ്പാരായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടെ കണ്ടു ത്വആമൻ ഫഅദ്ഖല യദഹു ഫീഹാ. നബി തങ്ങൾ ഒരു ഫുഡ് സേഫ് ഇൻസ്ട്രക്ടറായി. ഫുഡ് സേഫ് ഉണ്ടല്ലോ, ആരും പിന്നെ അവർ വന്ന് നോക്കുമല്ലോ ഭക്ഷണ പദാർത്ഥങ്ങൾ മായുണ്ടോ നോക്ക്. പ്രവാചകൻ ആദ്യം ലോകത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അത് ലോകത്ത് നടപ്പാക്കിയ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫുഡ് സേഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഭക്ഷണ കൂമ്പാരത്തിലേക്ക് അടിയിലൂടെ കൈ ഇങ്ങോട്ട് ഇട്ടു. കൈ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മേലെ നല്ല മധുരമുള്ളതും നല്ല സാധനമാണ്, ഉണങ്ങിയതൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും പറയണ്ടോ, വദ്ഖലഹു ഫീഹാ ഫനാലത്ത് അസാബിഹ ബലലൻ. ബലൻ എന്ന് പറഞ്ഞാൽ നനയുക എന്നാണ്. വളരെ നനഞ്ഞ് ആയ ഭക്ഷണമാണ് അടിയിലുള്ളത്. ബലലൻ. ഫഖാല മാ ഹാദാ യാ സാഹിബു ത്വാം. ഇതെന്താണെന്ന് ചോദിച്ചു. കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ വന്നിട്ട് പരിശോധിച്ചു. ഇതെന്താന്ന് ചോദിക്കൂലേ. ഹോട്ടലിലൊക്കെ കയറി പരിശോധന നടത്തുന്നു, കടകളിൽ പരിശോധന നടത്തുന്നു. ഒക്കെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി വെച്ചാണ്. എന്നിട്ട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അടിയിൽ നല്ല മുകൾ ഭാഗത്ത് നല്ല ഉണങ്ങിയതും ആകർഷിക്കുന്ന രൂപത്തിൽ നല്ലത്. കൈക്ക് അടിയിൽ എടുത്തിട്ട് നോക്കുമ്പോൾ വളരെയധികം നനവുള്ളത്. ഇതെന്താണ് ചോദിച്ചു. യാ സാഹിബു ത്വാം, കച്ചവടക്കാരാ ഇതെന്താണ് ചോദിച്ചു. കാല അപ്പോൾ പറഞ്ഞു അസാബത്തുൽ മത്തർ. അടിയെ ഈ ഞാൻ വിൽക്കാൻ വെച്ചപ്പോൾ അത് കുറച്ച് മഴ കൊണ്ടിട്ട് നനഞ്ഞ നബിയെ യാ റസൂലല്ലാഹ്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഫലാ ജഅൽക ഫൗക ത്വആമി. എന്തുകൊണ്ട് ഈ നനഞ്ഞ ഭക്ഷണ പദാർത്ഥം ജനങ്ങൾ കാണുന്ന രൂപത്തിൽ ഭക്ഷണത്തിന്റെ ഈ കൂമ്പാരത്തിന്റെ ഈ കൂട്ടിവിട്ട വസ്തുവിന്റെ മുകളിൽ വെച്ചില്ല? എല്ലാ ജനങ്ങളും അത് കാണണ്ടേ? ഇത് വഞ്ചിക്കല്ലേ ചെയ്തത്? മുകളിൽ നല്ലതും അടിയിൽ നിന്നെടുത്ത് നനവുള്ളതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഭക്ഷണ പദാർത്ഥം നീ വിൽക്കുകയാണല്ലേ. പല അഫല ജഅൽതഹു ഫൗക ത്വആം ഹത്താ യറന്നാസ്. ജനങ്ങളൊക്കെ കാണണം. കാണുന്ന രൂപത്തിൽ നീ എന്തുകൊണ്ട് ഫൗക ത്വആമി ഭക്ഷണത്തിന് ഇതിന്റെ മേലെ മുകളിൽ വെച്ച് നീ എന്തുകൊണ്ട് ചെയ്യില്ല? എന്നിട്ട് ഒരു ഹദീസ് അതിന്റെ ബാക്കി പറഞ്ഞു. അത് നമ്മൾക്ക് എല്ലാവർക്കും, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്ന ഭേദമല്ല, മനുഷ്യരാശി മനസ്സിലാക്കേണ്ട ആവശ്യം. മറ്റൊരുത്തരെ വഞ്ചിക്കുക, മുകളിൽ നല്ലത് വെച്ച് അടിയിൽ താഴ്ന്നത് മോശമായതും വെച്ച് അടിയിൽ നിർത്തിയിട്ട് വിൽക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഹസ്സന, ആരാണോ വഞ്ചിക്കുന്നത്, മറ്റൊരുത്തന്റെ കയ്യിൽ കിടക്കുന്ന പണം എൻ്റെ പോക്കറ്റിലേക്ക് വരാൻ, മോശപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളാവട്ടെ മറ്റു വസ്തുക്കളാവട്ടെ ചതിയിൽ വിറ്റ് കാശാക്കുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ, മൻ ഹസ്സന, എൻ്റെ ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ടെങ്കിൽ ഫലൈസ മിന്ന, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറയുന്നത്. ഒരിക്കൽ അബു ഹനീഫ ഇമാം വലിയ ഒരു പണ്ഡിതനാണ്, ഹനഫി മദ്ഹബിന്റെ വലിയ പണ്ഡിതനാണ്, വസ്ത്ര വ്യാപാരിയായിരുന്നു. തൻ്റെ കടയിൽ എൻ്റെ സ്റ്റാഫിനെ വെച്ചിട്ട് പുറത്ത് ദർസ് നടത്താനെന്തോ പോയി വന്നു. അപ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രം, വിൽക്കാൻ കൊള്ളാത്ത മോശപ്പെട്ട ഒരു വസ്ത്രം കടന്റെ ഉള്ളിൽ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിരുന്നു. കസ്റ്റമേഴ്സ് വന്നു, പലതും നോക്കി, അതെടുത്തു. സ്റ്റാഫ് അതെടുത്ത് വിറ്റു, നല്ല വിലക്ക് തന്നെ വിറ്റു. ഹനഫി ഇമാമ് തിരിച്ചു വന്നിങ്ങനെ നോക്കുമ്പോൾ അത് കാണാനില്ല. ഇതെടുത്തു, എന്ത് കാട്ടിയത്? അത് ഞാൻ വിറ്റു, നല്ല വിലക്ക് വിറ്റു, നല്ല യോഗ്യതയിലൂടെ നല്ല വിലക്ക് കിട്ടി, നല്ല വില കിട്ടിയപ്പോൾ ഞാൻ വിറ്റു പറഞ്ഞു. നീ ചെയ്തത് ഭയങ്കര തെറ്റാണ്, അതാരും വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചത്. എന്തുകൊണ്ട് ഇനി അത് വിറ്റു? ആർക്കാണ് വിറ്റത്? ഇവിടെ വന്നൊരു കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയി. ആ മനുഷ്യൻ, ആ മഹാൻ പണ്ഡിതൻ ഇമാം നേരെ ഇറങ്ങി അന്വേഷിച്ചു പോയി.
അയാളെ തേടി പിടിച്ച് കൊണ്ടുവന്ന് ആ സാധനം വാങ്ങി വെച്ച് അയാളെ പൈസ തിരിച്ചു കൊടുത്ത് തനിക്ക് ഈ കാണുന്നതിൽ നിന്ന് പറ്റിയത് മാത്രം എടുക്കാൻ, അത് മോശപ്പെട്ട ഒരു വസ്തുവായിരുന്നു എന്ന് ഹനഫി ഇമാമിൻ്റെ ചരിത്രത്തിൻ്റെ താളുകൾ വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. വലാ തനാജസു, ഇങ്ങോട്ട് പറഞ്ഞു മത്സരിച്ച് വിൽക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു മത്സരിച്ച് വിൽപ്പന നടത്താൻ പാടില്ല. അങ്ങനെ കച്ചവടത്തിൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ, ഈ ലോകം വഞ്ചിക്കപ്പെടുന്ന ഒരു ഭൗതിക ജീവിതമാണ്. ഇത് ശാശ്വതമല്ല, ഇത് നശ്വരമല്ല, ഇത് നശിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ഊർജവും നമ്മുടെ ഈമാനും നമ്മുടെ സൽക്കർമ്മങ്ങളും എല്ലാം തന്നെ അതിനുവേണ്ടി അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അടിയറക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ എല്ലാ അമലുകളും നഷ്ടപ്പെടും. ലാഘവത്തോട് കാണേണ്ട വിഷയമല്ല. പിന്നെ അഞ്ചാമത്തെ ഒരു വിഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവികളുടെ മൃതശരീരം നാറുന്നത് പോലെ, ജീർണിച്ച മൃതശരീരം നാറുന്നത് പോലെയുള്ള ഭയങ്കരമായ ദുർഗന്ധത്തോടു കൂടിയാണ് ആ വിഭാഗം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോവുക. അവരെന്താണ് ചെയ്തത്? ഹൗലാ യക്തുമുനൽ മആസ്, അറിയാതെ പാവങ്ങൾ ചെയ്യും കേട്ടോ. അവര് ഹൗഫൻ മിനൻ നാസ്, ജനങ്ങളെ ഭയന്നുകൊണ്ട് മറഞ്ഞു ചെയ്യും. വലാ യഖാഫൂന മിനല്ലാഹ്, അള്ളാഹനെ ഭയപ്പെടുന്നില്ല, ജനങ്ങൾ കാണുന്നതിനെ ഭയന്നുകൊണ്ട് മറഞ്ഞു ചെയ്യുന്നത്. യസ്തഖ്ഫൂന മിനൻ നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അത് സൂറത്തുൻ നിസായിൽ പറയാം. യസ്തഖ്ഫൂന മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് മറയും, ജനങ്ങൾ കാണരുതേ എന്ന് ആഗ്രഹിക്കും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിനെ മറച്ചാൽ കഴിയില്ലല്ലോ, അള്ളാഹു കാണിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും മൂന്നാമത് അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും. എത്ര ആൾക്കാരെ കണ്ണ് മറച്ച് ചെയ്താലും, അവരൊക്കെ നമ്മൾ മറച്ച് വെച്ച് കാണാതെ ചെയ്താലും അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്നു, മലക്കായിരുന്നു. അഖ്ബിർനി അൽ ഇസ്ലാം അഖ്ബിർനി അൽ ഈമാൻ, ഈ ഇസ്ലാമും ഈമാനൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അഖ്ബിർനി അൽ ഇഹ്സാൻ, ഇഹ്സാൻ പറഞ്ഞു തരുക. മൽ ഇഹ്സാൻ, അപ്പൊ എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? കഅന്നക തറാഹു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു വഇന്നഹു യറാക. അള്ളാഹുവിനെ നീ ആരാധിക്കണം, അള്ളാഹു നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. വഇല്ലം തകുൻ തറാഹു, അള്ളാഹു നമ്മളെ കാണുന്നത് പോലെ നമ്മൾ ആരാധിക്കണം. ഈ ഒരു കാണുന്നുണ്ട് ഉള്ളത് ഇതുണ്ടായാൽ വഇല്ലം തകുൻ തറാഹു, അള്ളാഹു നീ കാണുന്നില്ലെങ്കിൽ വഇന്നഹു യറാക, അള്ളാഹു നമ്മളെ കാണും എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. ഇനി ഉമർ ഖത്താബ് ഖലീഫയാവുന്ന സമയത്ത് സ്കൂളിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊണ്ടോന്നറിയില്ല. പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉമ്മ പറയുകയാണ് മകളോട്, ഖിലത്തിൽ ലബന ഫിൽമാ, പാലിൽ വെള്ളം കലർത്തണം. മൂന്നാമത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ലാ ഖുൽതു സമയത്തു നാദാ മുനാദിൻ. ഉമർ ഖത്താബിന്റെ ഒരു ഓർഡർ ഉണ്ട്, പാലിൽ വെള്ളം കലർത്താൻ പാടില്ല, അത് തെറ്റാണ്, അറ്റൊരുത്തരെ വഞ്ചിക്കാൻ പാടില്ല. നേരത്തെ ഭക്ഷണദാനം കണ്ടുപിടിച്ചിരുന്നത് ഞാൻ ചെയ്യൂലമ്മാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇപ്പോൾ അവിടെ ഉമർ കാണുന്നില്ല, ഉമറിന്റെ ആരും കാണുന്നില്ല, പിന്നെന്താ ചെയ്യുന്നതിന്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, വല്ലാഹു യറാന, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുകയില്ല. അപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനോട് ഉമർ അള്ളാഹു പറഞ്ഞു, ഹാദൽ ബൈത്ത്, ഈ വീട് മനസ്സിലാക്കി വെക്കണം. തിരിച്ചു ചെല്ലുന്നു, തൻ്റെ പ്രായപൂർത്തിയെത്തിയ തന്റെ മകനോട് ചോദിക്കുന്നു, ആസിമിനോട് ചോദിക്കും, ആസിം, അള്ളാഹുവിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഭയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ തനിക്ക് ഭാര്യയായിട്ട് വേണോ? അപ്പോൾ ആസിം പറഞ്ഞു, യഖ്തർലി അബി, അത് വാപ്പനെ തെരഞ്ഞെടുത്ത് തന്നാൽ മതിയാണ്. അങ്ങനെ ഈ പാൽ കച്ചവടക്കാരിയുടെ മകളെ ഈമാൻ കണ്ടിട്ട് കേട്ടിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തൻ്റെ
മകനെ കൊണ്ട് ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു. അതിനുള്ള പ്രതിഫലം അല്ലാഹു തആല ആ കുട്ടിക്ക് ഇവിടെ നിന്ന് നൽകി. അപ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു നമ്മളെ കവയിലെന്തൊക്കും തറാഹു വന്നഹു യറാക്ക. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ കബറിൽ നിന്ന് വരുമ്പോൾ തന്നെ വായിൽ നിന്ന് ഒക്കെ ഒലിച്ചും കൊണ്ടും ഒക്കെ ആയിട്ടാണ് വരിക. ജീർണിച്ച മൃതശരീരങ്ങൾ താറുന്നത് പോലെയൊക്കെയാണ് വരിക. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും മറ്റ് മേഖലകളിലൊക്കെ സംസാര വിഷയമുള്ള ഒരു സംഭവമാണ് ഒരു സ്ത്രീ ഫോട്ടോ എടുത്ത് ഒരു ആളെ വൈറലായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ ചരിത്രത്തിനൊക്കെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കാര്യമായിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ലോകത്ത് ഇത്തരത്തിലൊരു സംഭവത്തിന് വിധേയമായ ഒരു സ്ത്രീയുടെ ഒരു പീഡന സമത്തിന് വിധേയമായ ഒരു നബിയുണ്ട്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. സൂറത്ത് യൂസുഫ് ഒരൊറ്റ അധ്യായത്തിൽ പരിശുദ്ധ ഖുർആനിലെ തുടർ കഥ എന്ന് പറയാം. നിങ്ങൾക്ക് ഓജാക്കൾക്കാർ ആദ്യത്തിൽ അവസാനത്തിൽ കുറച്ച് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. ഇത് മുഴുവൻ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. നമ്മൾ ശരീര നിയമപ്രകാരം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അന്യ സ്ത്രീയും അന്യ പുരുഷനും എവിടെയും ഒറ്റപ്പെടാൻ പാടില്ല. മൂന്നാമതായി അവിടെ ഇബ്ലീസ് പ്രവേശിക്കുന്നു. അവരുടെ വാർത്തകൾ തെറ്റ് ചെയ്യിപ്പിക്കും. അതാണ് മഹ്റം. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ മഹ്റം വേണം. മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കൽ ഹറാം. വെച്ചാൽ വാപ്പയോ അനുജനോ ഭർത്താവോ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകാൻ പാടുള്ളൂ. അന്യപുരുഷൻ്റെ കൂടെ പോകാൻ പാടില്ല. തെറ്റുകൾ സംഭവിക്കാം. ഇടകലർന്ന് പോകേണ്ട സമയത്താണെങ്കിലും നമ്മൾ വളരെയധികം നമ്മളെ ഭാഗത്ത് ശ്രദ്ധിക്കണം. സ്ത്രീകളും ശ്രദ്ധിക്കണം. ബസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ റഷായി പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മനഃപൂർവ്വം ആവുകയില്ല. ഇവിടെ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന് എന്താ ഉണ്ടായത്? യൂസുഫ് നബി സ്വലാത്തു വസ്സലാം അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു നിർത്തിയിട്ട് 5 മിനിറ്റ് ഇത് മനസ്സിലാക്കേണ്ട ഈ ചരിത്രം. യൂസുഫ് നബിയുടെ ഇംറഅത്ത് അസീസ് എന്നാണ് ഖുർആൻ പറയുന്നത്. അസീസിന്റെ ഭാര്യ, അത് ചരിത്രത്തിലൊക്കെ പറയും സുലൈഖ എന്ന് പറയുന്നു. പിന്നീട് അവർ വിവാഹം കഴിച്ചത് ഖുർആനിലൊന്നുമില്ല, ചരിത്രത്തിലൊക്കെ കാണുന്നത്. എന്തോ ആവട്ടെ, തന്റെ കൊട്ടാരത്തിൽ തന്റെ വേലക്കാരനായി ജോലി ചെയ്യുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർക്ക് പ്രണയം തോന്നി. വല്ലകത്തിൽ അബ്വാബ, അവളെ പ്രണയം മൂത്തു. സാധുവായ ആ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ വേണ്ടി വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. കാലത്ത് അവൾ പറഞ്ഞു, ഹൈക്കാലക്ക കാലം ആദല്ല, വാതിലൊക്കെ അടച്ചു, ഞാൻ സൗകര്യം ചെയ്തിരിക്കുന്നു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കാലം ആദല്ല, അള്ളാഹുവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു, അള്ളാഹുവേ നീ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു സ്ത്രീ ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കണേ, ആരാരുമില്ലാത്ത ഒരു റൂമിലിട്ട് വാതിലടച്ച് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കുകയാണ്. ഇന്നഹു റബ്ബി അഹ്സന മസ്വ, എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് എനിക്ക് ഏറ്റവും നല്ല മടക്കമുള്ളത്. ആ ഈമാൻ നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം കാണുന്നതിന് അള്ളാഹു ഉണ്ട് എന്നുള്ള അതും കൂടെ വായിക്കണം. റബ്ബി ഇന്ന റബ്ബി അഹ്സന മസ്വ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. അക്രമികളെ അല്ലാഹു തആല ഒരിക്കലും രക്ഷപ്പെടുത്തുകയില്ല. ഇവിടെ പറയുന്നു, വഖദ് ഹമ്മത്ത് ബിഹി, അവൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുരാഗമുണ്ടായി. ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹാ, എനിക്കും അങ്ങനെ തോന്നി എന്നാണ് യൂസുഫ് നബി. ഖുർആന പറയുന്നുണ്ട്, വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി, എന്റെ റബ്ബിന്റെ ബുർഹാൻ ഇല്ലായിരുന്നുവെങ്കിൽ. ആ ബുർഹാൻ നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഈ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും എത്ര സ്ത്രീകളുടെയിലായാലും ആ ബുർഹാൻ ഇല്ലായിരുന്നുവെങ്കിൽ, ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവ്, ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ശിക്ഷകൾ,
അള്ളാഹുവിന്റെ ഭാഗത്തുള്ള നന്മകൾ. ബുർഹാൻ ഒരുപാട് അർത്ഥമാണ്. ശരിക്കും അതിന്റെ അർത്ഥം രേഖ തെളിവെന്ന. അള്ളാഹുവിന്റെ ബുർഹാൻ ഇല്ലായിരുന്നുവെങ്കിൽ കദാലിക നിസ്രിഫു അനിസ്സൂഇ വൽ ഫഹ്ഷാ. ഫഹ്ഷാ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതാണ്. ആ ചീത്തയിൽ നിന്നും ദുർവൃത്തിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു പോയി. ഇന്നോമൻ ഇബാദിൽ മുഖ്ലിസീൻ, അങ്ങനെ നിഷ്കളങ്കമായ ഒരു അടിമയിൽപ്പെട്ട ആളായി. വസ്തബഖ, ഇത് സംഭവിച്ച കഥയിൽ പറയുന്ന കേട്ടോ. വസ്തബഖ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓടിനാണ്. ഈ റൂമിൽ നിന്ന് ഓടി. വസ്തബഖ, അതിന്റെ പിന്നാലെ സുലൈഖയും അസീസ് രാജാവിന്റെ ഭാര്യ ഓടി. വസ്തബഖ അൽ ബാബ, വാതിൽക്കലെത്തി. ഫഖദ്ദത് ഖമീസു മിൻ ദുബരിൻ, കുപ്പായത്തിന്റെ പിന്നിൽ ഭാഗം പിടിച്ച് കീറി. വൽഫയാ സയ്യിദഹ, അങ്ങനെ വായ തുറക്കുമ്പോഴാണ് അസീസ് രാജാവ് വിട്ടു വരുന്നു. ഖുർആൻ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കഥ. വൽഫയാ സയ്യിദഹ, അങ്ങനെ സയ്യിദ് എന്നാൽ അസീസ് രാജാവ് അങ്ങനെ വരുന്നു. ലദൽ ബാബ് കാലത്ത്, അപ്പ വെച്ചിട്ട് ഈ സ്ത്രീ ഒരൊറ്റ ചവിടും ഔട്ട് സ്റ്റെപ്പ് മാറ്റി ചവിട്ടി. അങ്ങോട്ട് പീഡിപ്പിക്കാൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പീഡിപ്പിക്കാൻ പിടിച്ച് പിന്നാലെ ഓടിയ ആ സ്ത്രീ അസീസ് രാജാവിന്റെ ഭാര്യ വാതിലിന്റെ അടുക്ക് ഭർത്താവിനെ കണ്ടപ്പോൾ ഒരൊറ്റ ചൂട് മാറ്റം. കാലത്ത് അവൾ പറഞ്ഞു, മാ ജസാമിൻ അറാദബി അഹ്ലിക സൂഇൻ, നമ്മളെ ഈ വീട്ടിൽ താമസിക്കുന്ന ഈ വലിയ ബാല്യക്കാരനെ, ഈ നമ്മുടെ പണിക്കാരനെ എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അവൻ എന്നെ കടന്ന് പിടിക്കാൻ ശ്രമിച്ചവനാണ്. കണ്ടോ, അല്ലാഹു തആല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കദാലിക യസ്രിഫു അൻ സൂഇ, അങ്ങനെ പറഞ്ഞപ്പോൾ വറാദബിൻ അഹ്ലിക സുല്ല അൻ യുസ്ജിന ഔ അദാബുൻ അലീം, ഇവനെ ജയിൽ കൊണ്ടുപോയി വെക്കണം, ജയിൽ ശിക്ഷ കൊടുക്കണം. അങ്ങനെ ആ നിരപരാധിയായ, ഇനിയും കുറേ കേട്ടോ, അത് നിർത്തിയാണ്, ആ നിരപരാധിയായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിനെ ഈ സ്ത്രീയുടെ ആരോപണത്തിന് വിധേയമാക്കപ്പെട്ട് രാജാവിന് തലനിർത്തി നടക്കണ്ടേ. ഇനി ഇവിടെ പറയുന്ന കേട്ടോ, സമയമില്ലാത്തോട് നിർത്തിയാണ് ഞാൻ. ജയിലിൽ കൊണ്ടുപോയി വെച്ചു. നാട്ടിലൂടെ സംസാരമായി. രാജാവിൻ്റെ ഭാര്യ ആ കൊട്ടാരത്തിലെ ഒരു പണിക്കാരനെ കടന്നു പിടിച്ചു. ഇത് ഈ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ ചുരുക്കി പറയുന്നതാണ്. ആ പറയുന്ന ആ സ്ത്രീകളൊക്കെ ഒരു പാർട്ടി വെച്ചു. ഒരാൾ അങ്ങനെ തന്നെ പറഞ്ഞു, പാർട്ടി വെച്ചു. രാജാവിൻ്റെ ഭാര്യയുടെ വകയിട്ട് ഒരു പാർട്ടി, എല്ലാ പെണ്ണുങ്ങൾക്ക് മാത്രം, ലേഡീസ് ഓൺലി പാർട്ടി വെച്ചു. അങ്ങനെ കൊട്ടാരത്തിലിരുന്ന് ഡൈനിങ് ഹാൾ എല്ലാവരെയും ഇങ്ങനെ ഇരുത്തി ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഫ്രൂട്ട്സ് തിന്നുക. എല്ലാവർക്കും ഓരോ ഫ്രൂട്ട്സും കൊടുത്തു. ഫ്രൂട്ട്സ് ചെത്തിയിട്ടില്ല, ആ ഫ്രൂട്ട്സ് ചെത്താൻ വേണ്ടി ഓരോ സിക്കിയും ഓരോ കത്തിയും കൊടുത്തു. അങ്ങനെ ഇവരെ തിന്നുന്ന സമയത്ത് പട്ടാളക്കാരോട് പറഞ്ഞ് ആ യൂസുഫിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് ഇങ്ങനെ നിരപരായ യൂസുഫ് അലൈഹി സ്വലാം നടന്നു വരുമ്പോൾ ഇവരെല്ലാം കണ്ട് യൂസുഫിനെയുടെ ഭംഗി കണ്ട് മാഹാദ ബഷറുൻ ഇല്ല മലക്കും കരീം, മലക്ക് മനുഷ്യരൂപത്തിൽ വന്ന ഇത്രയും സുന്ദരനായ ഒരു മനുഷ്യനെ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് പറയുകയും ആപ്പിൾ മുറിക്കുന്നത് കത്തി കൊണ്ട് എല്ലാവരുടെയും വിരൽ മുറിച്ചു. ഖുർആൻ പറയുന്നതാണ് കേട്ടോ, സമയമില്ലാത്ത ആയത്തൊന്നുമില്ല. എല്ലാവരുടെയും വിരൽ മുറിച്ചു. അവർ ചോദിച്ചു, ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഈ എൻ്റെ കൊട്ടാരത്തിലുള്ളത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്ന് ചോദിച്ചു. എന്നിട്ട് അതിനാണ് നിങ്ങൾ എന്നെ തേജോവം ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും, സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ, ലോകം പുരോഗമിച്ചു വരികയാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുമല്ല സ്ത്രീകളെ നഗ്നതാ പ്രദർശനങ്ങൾ കൊണ്ട്. പുരുഷന്മാരും അങ്ങനെ തന്നെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തബർറുജുന തബർറുജുൽ ജാഹിലിയ, ജാഹിലിയ കാലത്തെ സ്ത്രീകൾ അഴിഞ്ഞാടിയിരുന്നത് പോലെ നിങ്ങൾ അഴിഞ്ഞാടി നടക്കരുത് എന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർ അവറത്ത്, എല്ലാവരും അവറത്താണ്, ശബ്ദം വരെ അവറത്താണ്. മുഖവും മുങ്കയും ഒഴിച്ച് അവിടെ എല്ലാ അഭയങ്ങളും പൂർണ്ണമായി മറച്ചിട്ടാണ് പള്ളിയിലും അങ്ങാടിയിലേക്കും വിദ്യാലയത്തിലേക്കും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകേണ്ടത്. പാളിച്ചകൾ തെറ്റുകൾ അവർ സംഭവിക്കുക. പുരുഷന്മാരായ നമ്മളും വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മളെ ഭാഗത്ത് നിന്ന് ഇത് പറഞ്ഞു, ഒമാ ഉപരിയു നഫ്സി ഇന്നൽ നഫ്സി അമ്മാറത്തും ബിസൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. യൂസുഫ് നബി പറയാണ്, ഒമാ ഉപരിയു നഫ്സി, എൻ്റെ നഫ്സ് ഒഴിവായിട്ടില്ല കേട്ടോ. അവർ വന്നപ്പോൾ ഉപരിയു നഫ്സി, എനിക്ക് ആഗ്രഹമില്ലായല്ല, ഇന്ന നഫ്സി അമ്മാറത്തും ബിസൂഇ, എൻ്റെ ശരീരം എൻ്റെ മനസ്സിലെ ആ തെറ്റിലേക്ക് എങ്ങനെ ചെയ്യാനുള്ള പ്രോത്സാഹനം ഉണ്ടായി. നേരത്തെ ബുർഹാൻ പറഞ്ഞില്ലേ, ബുർഹാൻ
ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഒരു കരുണ ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അവിടെ ഞാൻ ഓടി രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെടുകയുണ്ടായി. അല്ലാഹു തആല അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ ശഅബാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത കുത്തുബയിൽ പറ നമ്മൾ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റു കുടുംബാദികളൊക്കെ ബർസഹിയായ ലോകത്താണ്. പടച്ച റബ്ബേ, അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവിടെ പാവങ്ങൾ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സംഭവിക്കുന്നുണ്ടെങ്കിൽ ചെറുതും വലുതുമായ പാവങ്ങൾ, തെറ്റുകുറ്റങ്ങൾ എല്ലാം കാണുന്നവൻ നീ മാത്രമാണ്. ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കായി നീ പുറത്തു തരണേ തമ്പുരാനെ, പുറത്തു തരണേ തമ്പുരാനെ. എനിക്ക് ഈ ഭാഗത്തെടുക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കും എല്ലാം തന്നെ ആഫിയത്തോടു കൂടി ദീർഘായുസ്സുമാരേക്ക് നൽകണേ തമ്പുരാനെ. റബ്ബേ, മാരക രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, അതുപോലെ തന്നെ വാൽവ്, ഹൃദയത്തിനുള്ള വാൽവ് മാറ്റിവെക്കൽ, അത്തരത്തിലുള്ള മഹാരോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ റബ്ബേ, ഞങ്ങളെ മക്കളെ കാക്കണേ തമ്പുരാനെ. വാഹന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തെ ഞങ്ങളുടെ അപകടത്തിൽ നീ പെടുത്തരുതേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഹക്കോടുകൂടി, സത്യത്തോടുകൂടി കച്ചവടം ചെയ്യുന്ന രംഗത്തും എല്ലാം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീർത്ത് തരണേ തമ്പുരാനെ. കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ തമ്പുരാനെ. കടം മുഴുവൻ മാർഗം കാണിച്ചു തരണേ തമ്പേ. ഞങ്ങളെ ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ട്, അവരെ പഠനത്തിൽ വിജയിപ്പിക്കണേ റബ്ബേ. ഇന്റർവ്യൂ വിജയിപ്പിക്കണേ തമ്പുരാനെ. അവരെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് ഉപദ്രവിക്കുന്ന മക്കളാക്കരുതേ തമ്പുരാനെ. ഞങ്ങളെ പെൺകുട്ടികൾ പലരും പഠിക്കുന്നവരുണ്ട്, അവരെ പഠനത്തിൽ വിജയിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ തമ്പുരാനെ. അവരുടെ വിധവകളും മകതികളും ആക്കരുതേ തമ്പുരാനെ. ഞങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ, അസൂയാലുക്കളുണ്ടെങ്കിൽ അവർ അസൂയയിൽ നിന്നും ശത്രുതയിൽ നിന്നും പാരയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലം അന്തസ്സിലും അഭിമാനത്തിലും ഇസ്സത്തിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അവസാനം ഈമാനിട്ട് മരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين واهل الكفرة والظالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.